നിരവധി ആനകളെ പാപ്പാന്മാർ പീഡിപ്പിച്ചു കൊല ചെയ്ത സംഭവങ്ങൾ ആനക്കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പാപ്പാന്മാരും ഒരേപോലെയല്ലെങ്കിലും ചിലരെങ്കിലും കാശിനു വേണ്ടി മാത്രം ആനകളെ ഉപയോഗിക്കുന്നവരുമുണ്ട്. പണ്ടുകാലത്ത് ഉത്സവപൂരങ്ങളുടെ കാലം കഴിഞ്ഞാൽ ആനകളെ കൂപ്പുകളിൽ തടിപ്പണിക്കായി കൊണ്ടുപോകുമായിരുന്നു. തടിപ്പണി ചെയ്യുന്നത് ഒരു പരിധിവരെ ആനയുടെ ശരീരത്തിന് നല്ലതായിരുന്നതുകൊണ്ട് തന്നെ ആനയുടമകൾക്കും ആനയെ അയക്കുന്നതിൽ വിയോജിപ്പൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ കാശിനു വേണ്ടി മാത്രം ആനയെ അമിതമായി പണിയെടുപ്പിച്ച് അവസാനം കൊലയ്ക്ക് കൊടുത്ത സംഭവം നടക്കുന്നത് ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപാണ്. ഒരിക്കൽ പാലിയം ഗംഗാധരൻ എന്ന ആനയെ ചാലക്കുടി പെരിങ്ങൽകുത്ത് വനത്തിൽ തടി പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. വലിയ വലിയ തടികൾ വലിച്ചു കൊണ്ടുവന്നിരുന്ന ഗംഗാധരന് അല്പസമയം കഴിഞ്ഞപ്പോൾ ക്ഷീണിതനായി. ആനയുടെ തളർച്ച വകവയ്ക്കാതെ കാര്യസ്ഥരും ആനക്കാരും ചേർന്ന് ഗംഗാധരനെ വീണ്ടും പണിയെടുപ്പിച്ചു. ഒടുവിൽ തളർന്നവശനായ ആനയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയതോടെ പാപ്പാന്മാർ ആനയെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ തളച്ച ശേഷം വിശ്രമിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞ് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് പാപ്പാന്മാർ ചെന്ന് നോക്കുമ്പോൾ ആന വീണുകിടക്കുന്നതാണ് കണ്ടത്. അല്പസമയത്തിനുള്ളിൽ ഗംഗാധരൻ ചെരിയുകയും ചെയ്തു. ആന ചെരിഞ്ഞതു കണ്ട പാപ്പാന്മാർ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. കാരണം പാലിയത്തച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയായിരുന്നു ഗംഗാധരൻ. ആനയുടെ മരണവാർത്ത പാലിയത്തച്ഛനെ അറിയിച്ചാൽ തക്കതായ ശിക്ഷ ലഭിക്കുമെന്നറിയാവുന്ന പാപ്പാന്മാർ തിരികെ ചെന്നപ്പോൾ അറിയിച്ചത് തടിപ്പണിക്കിടയിൽ ആനയെ രാജവെമ്പാല കടിച്ചു ചെരിഞ്ഞു എന്നാണ്. കാട്ടാന പിടുത്തം നിരോധന നിയമം വരുന്നതിനു മുൻപ് നിലമ്പൂർ കാടുകളിലെ വാരിക്കുഴിയിൽ വീണ ഒരു ആനക്കുട്ടിയായിരുന്നു ഗംഗാധരൻ. ഒരു കൈമാറ്റത്തിനു ശേഷം പാലിയം തറവാടിൽ എത്തിച്ചേർന്നു. പാലിയം തറവാടിന്റെ പൊന്നോമനയായി വളർന്നു വന്ന ഗംഗാധരൻ അക്കാലത്ത് ആനക്കേരളത്തിലെ ഉത്സവ പൂരങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു. എത്രയൊക്കെ പ്രശസ്തിയുണ്ടായിരുന്നിട്ടും ദൈവം അവന് ആയുസ് മാത്രം കൊടുത്തില്ല. യൗവന കാലത്ത് തന്നെ ഗംഗാധരൻ ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞു.